പാറ്റ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന സ്ത്രീകളെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് ടി.ജി. മോഹൻദാസ് ഒരു പ്രസ്താവന, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാത്തത്? ഇങ്ങനെ സ്ത്രീകളെല്ലാവരും അങ്ങനെ ബലാത്സംഗത്തെ ഇഷ്ടപ്പെടുന്നവരാണോ? അങ്ങനെ മോഹൻദാസ് സംസാരിച്ചിട്ടില്ലല്ലോ. മോഹൻദാസ് അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങളിത് പറയുന്നത് ഏതോ ഒരു സ്ത്രീ ഇട്ടിരിക്കുന്നൊരു പോസ്റ്റിലാണ് സെക്സും ബലാത്സംഗവും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത മരമണ്ടൻ എന്ന് ഒറ്റ പറഞ്ഞിട്ട് ഏതോ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞൊരു കക്ഷി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് വെച്ചിട്ടായിരിക്കും പറയുന്നത്. മോഹൻദാസ് അങ്ങനെ പറഞ്ഞിട്ടില്ല. മോഹൻദാസ് അങ്ങനെ ഈ സ്ത്രീകൾ മുഴുവൻ ഈ ബലാത്സംഗം ആഗ്രഹിക്കുന്നവരാണെന്നോ ഇഷ്ടപ്പെടുന്നവരാണെന്നോ ഒന്നൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ആദ്യം ചോദിച്ചത്, നിങ്ങൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്നു എങ്കിൽ ഈ സമരത്തെ എങ്ങനെയാണ് നേരിടുക? ഒരു ചോദ്യം വരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞു, ഞാനായിരുന്നു പ്രധാനമന്ത്രി എന്നുണ്ടെങ്കിൽ ഞാനിത് അവിടെ നടക്കാൻ അനുവദിക്കില്ല. ഞാൻ അതിൻ്റെ 4 കിലോമീറ്റർ ചുറ്റളവിൽ കർഫ്യൂ പ്രഖ്യാപിക്കും. എന്നിട്ട് സമരക്കാരോട് പോലീസ് ആക്ട് അനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ പോലീസിനോട് ആവശ്യപ്പെടും. പോലീസ് ആക്ട് അനുസരിച്ച് സമരക്കാരോട് ആദ്യം ഇവിടുന്ന് സമാധാനപൂർവ്വമായിട്ട് പിരിഞ്ഞു പോകാൻ പറയും. അങ്ങനെ പിരിഞ്ഞു പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അടുത്ത നടപടിയിലേക്ക് പോകും. ആ നടപടി ചെന്ന് അവസാനിക്കുക, അവർ എന്നിട്ടും പിരിഞ്ഞു പോയില്ലെങ്കിൽ വെടിവെപ്പിലായിരിക്കും. അതാണ് പറഞ്ഞത്. എന്നാലും രാജ്യത്തെ വിദ്യാർത്ഥികളെയൊക്കെ വിദ്യാർത്ഥികളെയൊക്കെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതല്ല. അത് എങ്ങനെ നിങ്ങൾ ഡീൽ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. അല്ല, മോഹൻദാസ് നിയമലംഘനം ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളായിരുന്നെങ്കിൽ എങ്ങനെ ഇത് നേരിടുമായിരുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം പ്രധാനമന്ത്രിയല്ല, അദ്ദേഹം നേരിടേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങളായിരുന്നെങ്കിൽ എങ്ങനെ നേരിടുമായിരുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹം പറഞ്ഞത് എന്താണ്? നിയമം ലംഘിക്കാനല്ല പറഞ്ഞ, പോലീസ് നിയമമുണ്ട്, ആ നിയമം അനുസരിച്ച് നടപടി സ്വീകരിക്കാൻ ഞാൻ ആവശ്യപ്പെടുമെന്നാണ് പറഞ്ഞത്. നിയമാനുസരണം നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടും എന്നൊരാൾ പറയുന്നത് കുറ്റമാണോ? നമുക്ക് സുപ്രീം കോടതിയിലേക്ക് പോവാം. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ എത്രയോ ഉദാരമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ വാക്കുകൊണ്ട് പറയുന്നത് കൊണ്ടല്ല കാര്യം. അത് നിങ്ങൾ ഈ രാജ്യം നശിക്കട്ടെ, ഈ രാജ്യം വെണ്ണീറായി തീരട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹമാകില്ല. കാരണം അത് യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല, നിങ്ങൾ വെറുതെ പറഞ്ഞിട്ടേ ഉള്ളെന്ന് ഈയിടെയല്ലേ സുപ്രീം കോടതി പറഞ്ഞത്. അതിൻ്റെ പേര് നടപടിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലേ സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ അഭിപ്രായം നിയമമാണല്ലോ രാജ്യത്തിൻ്റെ നിയമമല്ലേ. അപ്പോൾ ഇത് എങ്ങനെ മോഹൻദാസിനെതിരെ നടപടിയെടുക്കാൻ പറ്റും? മോഹൻദാസിനെതിരെ നടപടി എടുക്കുമെന്ന് എനിക്കും ആഗ്രഹമുണ്ടെന്ന് തന്നെ വെക്ക്. പക്ഷെ ഇതിൻ്റെ പേര് പറ്റില്ലല്ലോ. എന്നാലും ഒരു വിഭാഗത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നതാണ്, ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീ വിഭാഗത്തെ അദ്ദേഹം അധിക്ഷേപിക്കുകയാണ്. അല്ല, ഇനി വേറൊരു കാര്യമുണ്ട്. അധിക്ഷേപിക്കുന്നതല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞാണ്. ആ അഭിപ്രായം നിങ്ങൾക്ക് അധിക്ഷേപമായിട്ട് തോന്നുകയാണ്. സ്ത്രീകളെന്നല്ല, ആരെയും അധിക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളതാണ് രാജ്യത്തെ ഒരു നടപടി, ഒരു മര്യാദ. അണ്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ട് പ്രത്യേക അധികാരങ്ങളൊന്നുമില്ല. ഇന്ത്യൻ പൗരനുള്ള അധികാരങ്ങളേ ഉള്ളൂ. ഒരാളെയും അധിക്ഷേപിക്കാൻ പാടില്ല. ആ ഒരാളെയും അധിക്ഷേപിക്കരുത്, അല്ലെങ്കിൽ സ്ത്രീകളെ മാത്രം അധിക്ഷേപിക്കരുത് എന്ന് പറയുന്നത് ശരിയല്ല. അല്ല, അങ്ങനെ പറഞ്ഞതല്ല. ഇപ്പോ അതിൽ അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത് സ്ത്രീകളെ പറ്റിയിട്ട് ആയിരുന്നു. സ്ത്രീകളെ കുറിച്ചുള്ള ചോദ്യം അതിന് ഉത്തരം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പരാമർശ വിഷയം സ്ത്രീകളാകില്ലേ? അല്ലാതെ എന്ത് ചെയ്യും? അല്ല, അങ്ങനെ ചോദ്യം ചോദിച്ചത് അതുകൊണ്ടാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ആ ചോദ്യത്തിനനുസരിച്ചിട്ടുള്ള ഉത്തരമാണ് മോഹൻദാസ് പറഞ്ഞത്. അതിന് മോഹൻദാസ് എങ്ങനെയാണ് കുറ്റക്കാരനാകുന്നത്? പക്ഷെ ആ ഉത്തരത്തിൽ പ്രശ്നമില്ലേ? ഉത്തരത്തിൽ എന്താ പ്രശ്നമുള്ളത്? അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. നേരെ തിരിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുന്നില്ലേ? എത്രയോ പേര് പറയുന്നു. ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ട്
അത് 16 ലക്ഷത്തോളം പേര് കണ്ട്, 12,000 പേര് അതിനകത്ത് വന്നിട്ട്, അല്ല 9,000 പേര് വന്നിട്ട് കമൻ്റ് ഇട്ട്. ഉം. അതിൽ 7,000 പേരും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അവരുപയോഗിച്ചിരിക്കുന്ന ഭാഷ ഞാനെല്ലാം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. 7,000 പേര് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരുപയോഗിച്ചിരിക്കുന്ന ഭാഷ, മലയാള ഭാഷയിൽ ഇങ്ങനെയൊക്കെ പ്രയോഗങ്ങൾ, തെറിപ്രയോഗങ്ങളുണ്ടല്ലോ എന്നോർത്താണ്. സഭ്യമായ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളുടെയും എൻ്റെ മാതാപിതാക്കളുടെയും ജനനേന്ദ്രിയങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ഇല്ലേ? കേസ് കൊടുക്കാൻ പറ്റുമോ അതിൻ്റെ പേരിൽ? നമുക്ക് അധിക്ഷേപകരമായിട്ട് തോന്നുന്ന, അല്ല, അതിശയപരമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഈ 7,000 പേരുടെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റുമോ? സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇപ്പോഴും അത്തരത്തിൽ ഫിൽത്തി ലാംഗ്വേജ് എന്ന് പറയുന്ന സാധനം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെ നടപടി എടുക്കണം എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു നിയമമില്ല വ്യക്തമായിട്ട്. നിങ്ങൾക്ക് ആകെ ചെയ്യാവുന്ന മാനനഷ്ടത്തിന് കേസ് കൊടുക്കാവുന്നത് മാത്രമാണ്. എത്ര കാലം എടുക്കും? മാനനഷ്ടത്തിന് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഉള്ള മാനവും കൂടി പോകുന്ന അവസ്ഥയെത്തില്ലേ? ഇത് ഞാൻ ഈ 7,000 പേര് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണിച്ചു തരാം. പക്ഷെ ഒരു മീഡിയക്ക് മുന്നിലേക്ക് വന്ന ഇത്തരം ഇത് മീഡിയയുടെ മുമ്പിലല്ലേ ഇത്? അല്ല, നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഞാൻ സമയത്ത് ചോദിക്കട്ടെ, പറയുന്നതിനേക്കാൾ ഉത്തരവാദിത്വം എഴുത്തിനില്ലേ? അല്ല, അതും തെറ്റാണ്, ഇതും തെറ്റാണ്. ഞാൻ പറയുന്ന പറയുന്നതിനേക്കാൾ ഉത്തരവാദിത്വം എഴുത്തിനില്ലേ? ഉം. പിന്നെ ആ പറയുന്നതിൽ ഒരിടത്തു പോലും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്ന് മോഹൻദാസ് പറഞ്ഞിട്ടേ ഇല്ല. എന്തിനാണ് ഇല്ലാത്ത കാര്യം ആക്ഷേപിക്കുന്നത്? അങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കരുത്. കാരണം അതിനകത്തൊരു 4 അക്ഷരമുള്ളൊരു വാക്ക് വെച്ചുകൊണ്ടൊരു ഇത് കണ്ടല്ലോ നിങ്ങൾ ഇംഗ്ലീഷിൽ. ഒരു പെൺകുട്ടിയെ പിടിച്ചിരിക്കുന്നതാണ് ഫക്ക് മീ എന്ന് പറഞ്ഞുകൊണ്ട്. കണ്ടിരുന്നല്ലോ. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതൊരു സമരത്തിൻ്റെ രൂപമായിട്ട് എങ്ങനെയാണ് വരുന്നത്? അല്ല, അതിപ്പോ ഒരാള് അങ്ങനെ ഒരാളല്ല, ഇങ്ങനെ ഇതും പിടിച്ചുകൊണ്ട് സമരത്തിൻ്റെ അവിടെ പ്ലക്കാർഡും പിടിച്ച് നിൽക്കുകയാണ്. വെറുതെ പറഞ്ഞതല്ല. അല്ല, ഇപ്പൊ ഒരാള് മോശമാണെന്ന് അല്ല, വിചാരിച്ചു ഒന്നല്ല, അങ്ങനത്തെ അനേകം ഞാൻ കണ്ട്. ഇല്ല, നമുക്ക് അത്രേ ഞാൻ അതിനെ ന്യായീകരിക്കുന്നതല്ല. അത് കാണുമ്പോൾ അതിനൊരു കമൻറ്റ് പറയുമ്പോൾ ആ കമൻറ്റിനെ മാത്രം നിങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ പറയരുതെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ആളുകളെ പറയേണ്ടിയിരിക്കുന്നു. അല്ലാതെ അതിനകത്തിൽ ഒരുപാട് സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഈ പ്രൊട്ടസ്റ്റിനകത്തിൽ. അപ്പോൾ അതിൽ ഒരു വിഭാഗം ആളുകളെ ഉദ്ദേശിച്ച് പറയുമ്പോൾ അവിടെ ഉള്ളവരെല്ലാം അങ്ങനെയാണെന്ന് അല്ല, എല്ലാം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉള്ളവരും അതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മളത് ആരാണെന്ന് സ്പെസിഫിക് അത് അങ്ങനെയല്ല, ജനറലായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് നടത്താമല്ലോ മനുഷ്യന്. ഇപ്പോൾ ഉദാഹരണം പറയുന്നു, നിങ്ങൾ രാഷ്ട്രീയക്കാരെ കുറിച്ച് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നില്ലേ? രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരാണ് പറയുന്നുണ്ടല്ലോ, കൈക്കൂലിക്കാരാണ്, കൊള്ളരുതാത്തവരാണ്, വീട്ടിൽ കയറ്റരുതാത്തവരാണ്, ഇതൊക്കെ നിങ്ങൾ പറയാറുണ്ടല്ലോ, ഇല്ലേ? രാഷ്ട്രീയക്കാരെ കുറിച്ച് ഇത് പറയാറുണ്ടല്ലോ. രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരല്ലല്ലോ, ആണ്? അല്ല. പക്ഷെ അതിൽ കുറച്ച് പേര് കള്ളന്മാരല്ലേ? ആണ്. അവർ നിങ്ങൾക്ക് ഒരു തൊപ്പിയല്ലേ ഇട്ടേക്കണം, ആ തൊപ്പി നിങ്ങളുടെ തലക്കാണ് പാകം എന്ന് നിങ്ങളെങ്ങനെ കണ്ട്? ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ്, സ്പെസിഫിക് സ്റ്റേറ്റ്മെൻ്റ് അല്ല. ആ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്നുള്ളത് സ്പെസിഫിക് ഫാക്ട്സ് വെച്ച് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. കോൺട്രറി ഫാക്ട്സ് വെച്ച് കഴിഞ്ഞാൽ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോകും. നിങ്ങൾ പറഞ്ഞാൽ അതാണ്. അതിൽ വരുന്ന എല്ലാവരും അങ്ങനെയല്ല, എല്ലാവരും അങ്ങനെയല്ല, എല്ലാവരും അങ്ങനെ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനകത്ത് ഏറ്റുപിടിക്കണം? നിങ്ങളെ ബാധകമല്ലല്ലോ. എന്നിരുന്നാലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് അതിൽ പോയ ആളുകൾ അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് ഒരു പ്രൊട്ടസ്റ്റിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റി. ഞാൻ ചോദിക്കുന്നത്, ഇതൊരു പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റ് ആയിരുന്നു, നമ്പർ 1. ആ ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റിന് പോകുമ്പോൾ നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ജീവിതത്തിലും യോജ്യമായ രീതിയിലുള്ള
ഒരു പ്രസ്താവനയും പ്ലക്കാർഡും ഒക്കെ പിടിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഒരു പ്ലക്കാർഡും പിടിച്ചൊരു പെൺകുട്ടി നിൽക്കുന്നത്, ഒരു സമരത്തിൻ്റെ മുന്നിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു പ്ലക്കാർഡും പിടിച്ച് നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മാന്യമായ ഒരു രീതിയല്ല. അങ്ങനെ നിൽക്കുന്നതിനെ ഒരു സമര രീതിയായിട്ട് ഞാൻ കാണുന്നില്ല. അങ്ങനെ നിൽക്കുന്നത് ആ മൊത്തം സമരത്തെ ഡീമോറലൈസ് ചെയ്യാനേ സഹായിക്കൂ എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ എന്തു പുരോഗതി പറഞ്ഞാലും, എന്നെ വേണമെങ്കിൽ എന്താ തന്ത വൈബെന്നോ അതിനപ്പുറത്തുള്ള വൈബെന്ന് പറഞ്ഞാലും ഞാനത് ശ്രദ്ധിക്കില്ല. കാരണം ഞാൻ 11 വയസ്സ് തുടങ്ങി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സമരം ചെയ്തു വന്നിട്ടുള്ള ഒരാളാണ്. ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതല്ല സമരത്തിൻ്റെ രീതി. ഒരു വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ എതിർ രാഷ്ട്രീയക്കാരോട് പോലും മാന്യമായ ഭാഷയിൽ സംസാരിക്കേണ്ടതാണ് സമരത്തിൻ്റെ രീതി. അവിടെയാണ് ഈ വളരെ അമാന്യമായ ഒരു പദം വെച്ചുകൊണ്ട് ഒരു പ്ലക്കാർഡും പിടിച്ചൊരു പെൺകുട്ടി നിൽക്കുന്നത്. എനിക്ക് ആ പെൺകുട്ടിയെ ഓർക്കുമ്പോൾ സങ്കടമാണ് വരുന്നത്. അല്ല, അതിനെ ഊന്നി സംസാരിക്കുന്നതിന് പകരം എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു ബലാത്സംഗം എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക് വരുന്നത്? ഇത് തന്നെയല്ലേ ഇങ്ങനെ പറയണ, യു ഡു ഇറ്റ് എന്നല്ലേ പറയണ. അതിനെ പിന്നെ അങ്ങനെയും വ്യാഖ്യാനിക്കാമല്ലോ, ഞാൻ അതിനെ ന്യായീകരിക്കല്ല. പക്ഷെ ആ പോസിബിലിറ്റി അവിടെയുണ്ട്. അപ്പോൾ അമാന്യമായ രീതിയിൽ നടന്നിരിക്കുന്നൊരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു പരാമർശത്തിൽ അമാന്യമായൊരു പരാമർശം ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. നമ്മളൊരു കാര്യം അമാന്യമായിട്ട് കാണുമ്പോൾ അതിനെ വീണ്ടും അമാന്യമായിട്ടെന്ന രീതിയിൽ തന്നെ വീണ്ടും ചെയ്യാൻ പരാമർശിക്കേണ്ട പാടില്ല. ഞാൻ അതിനോട് യോജിക്കുകയാണ്. അതിനോട് മാന്യമായി തന്നെ പക്ഷെ അതൊരു കുറ്റകൃത്യമല്ലല്ലോ. അയാൾ അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരു കുറ്റകൃത്യമാണോ? അതിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അത് കേൾക്കുന്ന കുറച്ച് ഏത് വിഭാഗത്തെയാണോ അദ്ദേഹം പറഞ്ഞത് അവർക്കത് പ്രശ്നമാണ്, ഞാൻ ചോദിക്കട്ടെ, അതിക്ഷണികമായി തോന്നുകയാണ്. അവിടെ ഉയർന്ന മുദ്രാവാക്യം ഇല്ലേ, 40 കോടി ജനങ്ങളുടെ വോട്ട് കിട്ടി നേടിയിരിക്കുന്ന ഒരു പാർട്ടി, ഞാൻ അടക്കമുള്ളവരുള്ളൊരു പാർട്ടി, അവിടെ ഉയർന്ന മുദ്രാവാക്യം ഞങ്ങളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചിട്ടില്ലേ? 40 കോടിയുടെ മനസ്സിൽ അതുമില്ലേ? പിന്നെന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ്. ഇത് അതിൽ നിന്ന് ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു കാര്യമല്ലേ? ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല. കാരണം ഒരു സമരമുഖത്ത് നിൽക്കുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങളാണ്, അതിനങ്ങനെ തള്ളിക്കളയും. ഇതിനകത്ത് മോഹൻദാസ് എന്ത് കുറ്റം ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾ പറയണം. അല്ല, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചതായിരിക്കാം, അദ്ദേഹം പ്രധാനമന്ത്രി ആകുമ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചതായിരിക്കാം. എന്നാലും ഇപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. നടക്കില്ലായിരിക്കാം. എന്നാലും അല്ലെന്ന് ഇഫ് ഐ വേർ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, വാട്ട് ഈസ് ദ മീനിങ് ഇൻ ഇറ്റ്? പക്ഷെ എന്നാലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന്, നിങ്ങൾ ഇപ്പം എൻ്റെ അടുത്താ ചോദിക്കുന്നത് ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഉത്തരം പറയില്ല എന്നേ പറയുള്ളൂ. കാരണം ഞാൻ പ്രധാനമന്ത്രി ആകെയില്ല. പ്രധാനമന്ത്രി ആകാനിടയില്ലാത്ത ഒരാളോട് നിങ്ങൾ പ്രധാനമന്ത്രിയായി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയും? ഇല്ലേ, ബഷീറിൻ്റെ ഒരു കഥയുണ്ട്, യുദ്ധം അവസാനിപ്പിക്കാൻ എന്താ മാർഗം എന്നുള്ളതാണ് പ്രശ്നം. ലോകമഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയതാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ എന്താ മാർഗം എന്നുള്ളതാണ്. അപ്പോൾ പത്രക്കാർ പ്രതികരണം തേടി ചെല്ലുന്ന സമയത്ത് ഈ നേതാവിന് വരട്ടുചൊറി പിടിച്ചിട്ട്, വരട്ടുചൊറി എന്ന് പറഞ്ഞ ചൊറിയുണ്ട്, ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവസാനം നേതാവ് പറഞ്ഞ്, എല്ലാവർക്കും ഇങ്ങനെ വരട്ടുചൊറി പിടിക്കുകയാണെങ്കിൽ യുദ്ധം ഉണ്ടാകില്ല. കാരണം യുദ്ധത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയം കിട്ടില്ല, എല്ലാവരും വരട്ടുചൊറിയും ചൊറിഞ്ഞ് മാന്തിയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതൊരു മറുപടിയാണെന്ന് വെച്ചാൽ മറുപടിയല്ല, മറുപടിയാണോ എന്ന് ചോദിച്ചാൽ മറുപടിയുമാണ്. രണ്ടുമാണ് ഒരേ സമയത്ത്. നിങ്ങളെങ്ങനെ കാണുന്നു എന്നനുസരിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഞാൻ ഉത്തരം പറയില്ല. കാരണം ഞാനല്ല, പിന്നെ എന്ത് പറയാനായിട്ടാണ് പിന്നെ വേറൊരു കാര്യമുണ്ട്, പ്രധാനമന്ത്രി അല്ലാത്ത ഞാൻ നടത്തുന്ന ഒരു അഭിപ്രായ പ്രകടനത്തിന് എന്ത് വിലയാണുള്ളത്?
അപ്പം നമുക്ക് നമ്മൾ ആ ഒരു സ്ഥാനത്തല്ലെങ്കിലും എന്ത് അഭിപ്രായ പ്രകടനം വേണമെങ്കിലും നടത്താവുന്നതാണ്. എന്നല്ല, നമ്മളോട് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് പറയാം. ഇപ്പോൾ ഇങ്ങനൊരു ഹൈപ്പോത്തറ്റിക്കൽ ഇഷ്യൂ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് നമ്മൾ സിനിമയിൽ ആഘോഷിക്കുന്നുണ്ടല്ലോ. ചാർലി ചാപ്ലിൻ്റെ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞ സിനിമയിൽ 7 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രസംഗം ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഇഷ്യൂ അല്ലേ? ഇല്ലേ? ആ പ്രസംഗം കേട്ടിട്ടുണ്ടോ? ചാർലി ചാപ്ലിൻ്റെ വിഖ്യാതമായ പ്രസംഗമാണ്. വിഖ്യാതമായ പ്രസംഗം ഹൈപ്പോത്തറ്റിക്കൽ അല്ലേ? അപ്പം നാളെ മുതൽ ഹൈപ്പോത്തറ്റിക്കൽ ആണെന്ന രീതിയിൽ അല്ല, അതെന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ അഭിപ്രായ പ്രകടനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. അതിനെതിരെ കേസൊക്കെ വന്ന് പല സ്ഥലത്തും അത് നിരോധിക്കുകയും ചെയ്തു അതിന് ശേഷം. അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള അല്ല, എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഹൈപ്പോത്തറ്റിക്കലായ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം അത് അർത്ഥശൂന്യമായ കാര്യമാണ്. പക്ഷെ അദ്ദേഹം ഹൈപ്പോത്തറ്റിക്കലായ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു നിയമലംഘനമായി കണക്കുകൂട്ടാൻ പറ്റില്ല. ആ ഉത്തരങ്ങൾ അദ്ദേഹം പറഞ്ഞത് നിയമാനുസരിച്ചും യുക്തിപൂർവവുമാണ് എന്നുള്ളതുകൊണ്ട് കേസ് നിലനിൽക്കുകയില്ല. പിന്നെ അങ്ങനെ പറയാമായിരുന്നോ എന്നുള്ള കാര്യം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും ഔചിത്യത്തിൻ്റെയും പ്രശ്നമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങ് എന്ത് ചെയ്യുമായിരുന്നു എന്ന കാര്യം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ആ കോണ്ടെക്സ്റ്റ് ഡിഫറൻ്റാണ്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിൻ്റെ പേരിൽ ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹം ജയിലിൽ കിടന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ട്. അദ്ദേഹം വളരെ ബ്ലണ്ടായിട്ട് അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പലസ്തീൻ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഒരു ആങ്കർ പറഞ്ഞു, നിങ്ങൾക്ക് പലസ്തീൻ ഇഷ്യൂ, അപ്പോൾ അദ്ദേഹം പറയും, എനിക്ക് മനസ്സിൽ നിന്ന് ഞാൻ എന്തിനത് പഠിക്കണം? 5000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു രാജ്യത്ത് എന്തെങ്കിലും നടക്കട്ടെ, ഞാൻ എന്തിനത് പഠിക്കണം? അദ്ദേഹം അങ്ങനെ അഭിപ്രായം പറഞ്ഞ ഒരാളാണ്. അതിനകത്തൊരു സെൻസ് ഉണ്ട്. കാരണം ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ലോകം അറിയുന്നില്ലല്ലോ. കേരളത്തിലെ പൊളിറ്റിക്സോ ഇന്ത്യയുടെ നിലവാരമോ പലസ്തീനിലോ മറ്റ് അറബ് രാജ്യങ്ങളിലോ ഇതുപോലെ വിഷയമാകുന്നില്ലല്ലോ, വാർത്തയും ആകുന്നില്ല. പല അറബ് രാജ്യങ്ങളിലും ഫ്രീ പ്രസ് ഇല്ല, അപ്പം അതുകൊണ്ടത് വരെയില്ല. പലയെന്നല്ല, മിക്കവാറും അറബ് രാജ്യങ്ങളിൽ. ഇറാനിലില്ല, ഇറാഖിലില്ല, സൗദിയിലില്ല, കുവൈറ്റിലില്ല, ഖത്തറിലില്ല, ഒമാനിലില്ല, സൗദി അറേബ്യയിലില്ല, പിന്നെ മറ്റെന്താണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലില്ല. കുറേയൊക്കെ പത്രപ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള മിഥ്യാസങ്കല്പം നിലനിൽക്കുന്നത് ബഹ്റൈനിലാണ്. വേറെ എങ്ങുമില്ല. അപ്പോൾ അവിടെയൊന്നും ഇത് വാർത്തകളെ വരുന്നില്ല. അപ്പോഴാണ് ഇവിടെ ഇരുന്നുകൊണ്ട് ചോദിക്കണം, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന്. എനിക്ക് മനസ്സില്ലാതെ പഠിക്കാനെന്ന് പറയാം ഒരാൾക്ക്. അങ്ങനെ ബ്ലണ്ടായിട്ട് അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ് ടി ജി മോഹൻദാസ്. നമുക്ക് അങ്ങേരുടെ അഭിപ്രായങ്ങളോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ട്, എനിക്കും വിയോജിപ്പുണ്ട്. പക്ഷെ അത് അങ്ങേരുടെ അഭിപ്രായമല്ലേ, അത് തുറന്നു പറയല്ലേ, അതിൻ്റെ റിപ്പർക്കഷൻസ് മുഴുവൻ അങ്ങേരെ അനുഭവിക്കല്ലേ. ഞാനാണെങ്കിൽ അങ്ങനെ പറയുമായിരുന്നു എന്ന്. ഒന്നാമത് അങ്ങനെ ചോദ്യം വരുന്നില്ല. എൻ്റെ അടുത്താണ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിക്കാൻ ഞാൻ ഉത്തരം പറയില്ല. കാരണം ഞാൻ പ്രധാനമന്ത്രിയല്ല, ആകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ആകില്ല. കാരണം ജനങ്ങളെന്നെ തിരഞ്ഞെടുക്കില്ല, അതിന് ഉറപ്പുള്ള സ്ഥിതിക്ക് ഞാൻ അവിടെ ഇരുന്ന് എന്ത് ചെയ്യുമായിരുന്നു പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞു കളയും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.